എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കും. ആദ്യ സെമിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് നേർക്കുനേർ വരുന്നത്. എതിരാളികൾ ഓസ്ട്രേലിയ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വിജയം അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ ഇന്ത്യ മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ട് നാളെ ദുബായിൽ ഒരു തീപാറും പോരാട്ടം ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴിതാ നാളത്തെ മത്സരത്തിനുള്ള ഇന്ത്യൻ പ്ലേയിംഗ് 11 പുറത്തുവന്നിരിക്കുകയാണ്. ന്യൂസിലൻഡിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരം കളിച്ച ടീമിനെ ഇന്ത്യ നിലനിർത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഹഷിത്താണക്ക് പകരം ന്യൂസിലൻഡിനെതിരെ കളിച്ച വരുൺ ചക്രവർത്തി 5 വിക്കറ്റുമായി തിളങ്ങിയതിനാൽ ഓസ്ട്രേലിയക്കെതിരെയും വരുൺ പ്ലേയിംഗ് 11-ൽ തുടരാനാണ് സാധ്യത. സ്പിന്നർമാരെ സഹായിക്കുന്ന ദുബായിലെ സ്ലോ പിച്ചിൽ ഓസീസിനെതിരെയും 4 സ്പിന്നർമാരെ പ്ലേയിംഗ് 11-ൽ കളിപ്പിക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ന്യൂസിലൻഡിനെതിരെ കളിച്ച അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും പ്ലേയിംഗ് 11-ൽ തുടരും. ഒരു പേസറെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം ഹർഷിത് റാണ പ്ലേയിംഗ് 11-ലെത്തും. അതിനുള്ള സാധ്യത വിരളമാണ്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 5 വിക്കറ്റെടുത്ത മുഹമ്മദ് ഷമിക്ക് കഴിഞ്ഞ 2 കളികളിലും വിക്കറ്റെടുക്കാനാവാഞ്ഞത് ഇന്ത്യയ്ക്ക് ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ ജഡേജയ്ക്ക് പകരം ഹർഷിത് റാണയെ പ്ലേയിംഗ് 11-ൽ കളിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. മുഹമ്മദ് ഷമിക്കൊപ്പം ഹാർദിക് പാണ്ഡ്യയാകും ന്യൂ ബോൾ എറിയാനെത്തുക. ബാറ്റിംഗ് നിരയിലും കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യതകളില്ല. എന്നാൽ വിക്കറ്റ് കീപ്പർ ആയ രാഹുൽ നാളത്തെ മത്സരത്തിൽ പുറത്തായിരിക്കും എന്നാണ് റിപ്പോർട്ട്. രാഹുലിന് പകരം പന്ത് നാളെ ഇന്ത്യൻ 11-ൽ ഇടം നേടും. ഫിനിഷിംഗിൽ പന്തിന് വലിയ പങ്കുവഹിക്കാനാകും. അതുകൊണ്ട് തന്നെ നാളെ ഋഷഭ് പന്ത് ആകും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. ഇനി ഓസ്ട്രേലിയക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിനുള്ള ഇന്ത്യയുടെ സാധ്യത 11 നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ അല്ലെങ്കിൽ ഹർഷിത് റാണ, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിംഗ് 11. മികച്ച കഴിവുള്ള താരങ്ങൾ ഇന്ത്യൻ നിലയിലുണ്ട്. ബാറ്റിംഗിലും ബോളിംഗിലും ഇന്ത്യ ഫോമാണ്. അതുകൊണ്ട് തന്നെ ദുബായിൽ നാളെ ഓസ്ട്രേലിയ വിയർക്കും എന്നത് ഉറപ്പാണ്. ഓസ്ട്രേലിയൻ നിരയിൽ സ്റ്റാർക്ക്, കമ്മിൻസ്, ഹേസൽവുഡ് എന്നിവർ ഇല്ലാത്തത് ഇന്ത്യക്ക് കൂടുതൽ ഗുണം ചെയ്യാം. അപ്പോൾ നാളെ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ എത്ര വിക്കറ്റിന്റെ വിജയമായിരിക്കും നേടാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.